എന്ത്, അനുഭവങ്ങളെന്ത്, അനുഭൂതി എന്ത് എന്ന് കണ്ടുപിടിക്കേണ്ട പശ്ചാത്തലവും വാസ്തവത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. ശാസ്ത്രത്തിന്റെ പശ്ചാത്തലം എടുത്തുകൊണ്ട് ചിന്തിക്കുമ്പോഴും ചരിത്രത്തിന്റെയും അതേപോലെ സംസ്കാരത്തിന്റെയും പശ്ചാത്തലത്തിൽ രാഷ്ട്ര സംവിധാനം നടത്തിയ കാലഘട്ടം എന്നു മുതൽ തുടങ്ങി ഇന്നോളം എങ്ങനെ വളർന്നു വന്നു എന്നുള്ളത് വിലയിരുത്തേണ്ട ആവശ്യമാണ്. അങ്ങനെ വിലയിരുത്തുന്നിടത്ത് മതത്തെ നിഷേധിച്ചുകൊണ്ടുള്ളതും മതത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതുമായ തത്വസംഹിതകളുണ്ട്. ഈശ്വരനെ നിഷേധിച്ചും ഈശ്വരനെ അംഗീകരിച്ചും വളർന്നിട്ടുള്ള തത്വസംഹിതകളുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രയാണങ്ങളും പ്രവർത്തനങ്ങളും ഇന്നും ആഞ്ഞടിക്കുന്ന പല ആശയങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. ഇവയെ വിലയിരുത്തുമ്പോൾ ആകെക്കൂടിയുള്ള മനുഷ്യത്വത്തിന്റെ കെടുതികളും അതിന്റെ നേട്ടങ്ങളും നാം മറക്കേണ്ടവരല്ല. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ് നമുക്കിന്ന് വന്നു ചേർന്നിട്ടുള്ളത്. ഭാരതത്തിനെപ്പറ്റി പ്രത്യേകം എടുത്തു പറയുമ്പോൾ കാലഘട്ടങ്ങളെ, ചരിത്രാതീത കാലത്തെയും, കാലഘട്ടമെന്ന് ഞാൻ പറയുമ്പോൾ മനുഷ്യൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഇന്ന് അനേകം പേരും കോട്ട് ചെയ്ത് വിശദീകരിക്കുന്ന പ്രാബല്യത്തിൽ ഇരിക്കുന്ന ചരിത്രത്തിന്റെ കാലഘട്ടത്തെ ആസ്പദമാക്കിയാണ്. അങ്ങനെയുള്ള ഒരു ചരിത്ര കാലഘട്ടത്തിന് അതീതമായി ചരിത്രാതീത കാലം മുതൽ തന്നെ സാംസ്കാരിക പാരമ്പര്യം സൃഷ്ടിച്ച രേഖകൾ നമ്മുടെ മഹാഗ്രന്ഥങ്ങളിലൂടെ, മഹാശയന്മാരിലൂടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തെയും സംസ്കാരത്തെയും വിലയിരുത്തുമ്പോൾ സംസ്കാരത്തിന് മുൻകൂറ്റം നൽകുന്ന, അല്ലെങ്കിൽ മുൻതൂക്കം നൽകുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും ഭാരതീയന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായിട്ടുള്ളതുമാണ്, ഇന്നും നിലനിൽക്കുന്നതുമാണ്. അങ്ങനെയുള്ള ഭാരതീയ സംസ്കാരത്തിന്റെ പഴമയെ ഇന്നത്തെ ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തി ചിന്തിക്കുമ്പോൾ ശാസ്ത്രീയമായ വീക്ഷണങ്ങളിലൂടെ അംഗീകരിക്കാൻ കഴിയുന്ന പുതുമയുടെ പശ്ചാത്തലവും അതിനുണ്ടെന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരുടെ തലവന്മാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യചരിത്രത്തിൽ അറുംകുരുതികൾ സൃഷ്ടിച്ച, ആക്രമണങ്ങൾ സൃഷ്ടിച്ച, സാമ്രാജ്യങ്ങൾ പിടിച്ചെടുത്ത ആ സാമ്രാജ്യത്തിന്റെ അധിപതികളായിരുന്നു കൊണ്ട് മനുഷ്യത്വത്തിന് കെടുതികൾ വരുത്തിവെച്ച ഒരു പാരമ്പര്യവും നമുക്ക് കാണുവാൻ കഴിയും. ആ പാരമ്പര്യത്തെ ലോകാടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഇവിടത്തെ സാമ്രാജ്യം പിടിച്ചെടുക്കുന്നതിലും വളർത്തുന്നതിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും വാസ്തവത്തിൽ പ്രത്യേക ചിന്തയ്ക്ക് ഇടം നൽകേണ്ടത് തന്നെയാണ്. ഇന്ന് നാം കാണുന്ന ആധുനികമായ ചിന്താപദ്ധതികളെ വിലയിരുത്തിക്കൊണ്ട് ചിന്തിക്കുവാൻ നമുക്ക് കഴിയണം. മതത്തിന് നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിക്ക് നവീനമായ ഒരു പരിവേഷം നൽകേണ്ട ആവശ്യമുണ്ട്. ഹിന്ദു സംസ്കാരത്തിന്റെ ഒരു പരിവർത്തനാത്മക ഘട്ടമാണ് ഇപ്പോൾ നാം തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രാഷ്ട്ര സംവിധാന ക്രമത്തിൽ, രാഷ്ട്രസങ്കല്പത്തിൽ സമൂഹത്തിനുള്ള പങ്കെന്ത്, രാഷ്ട്ര സംവിധാന ക്രമത്തിൽ സംസ്കാരത്തിന്റെ ഉത്തരവാദിത്വമെന്ത്, രാഷ്ട്ര സംവിധാന ക്രമത്തിൽ രാഷ്ട്രീയ പ്രേരിതം എന്ന് സംസ്കാരത്തിൽ നിന്ന് വെട്ടിമുറിച്ച് മാറ്റി നിർത്തി ചിന്തിക്കുന്ന ഇന്നത്തെ പാർട്ടി തലങ്ങളുടെ വികാരമെന്ത് എന്ന് ചിന്തിക്കുന്നത് നമുക്കിന്ന് ഉത്തരം കണ്ടുപിടിക്കാനുള്ള ഒരു ആവശ്യമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ചിന്താ പദ്ധതിയിലൂടെ വേണം ഇവിടെ നാം കൂടുമ്പോൾ അടുത്തെന്ത് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുവാൻ. ഇത്രയും കാലം നമുക്ക് കെടുതികൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കാം. പക്ഷേ ആ കെടുതികളെല്ലാം ഈ അസ്വാതന്ത്ര്യമായിരുന്നു എന്നുള്ള ഒരു അവകാശ ലംഘനത്തെ ആസ്പദമാക്കി മുന്നേറുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചവിട്ടുപതികൾ നമുക്ക് ഒരുക്കിയിട്ടിരുന്നു എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ അതിനുശേഷം കിട്ടിയ സ്വാതന്ത്ര്യത്തിന്റെ പശ്ചാത്തലം വിലയിരുത്തുമ്പോൾ നമ്മൾ ഇനി നമ്മുടെ ചവിട്ടുപടി എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിനു മുൻപും പിൻപുമുള്ള അസ്വാതന്ത്ര്യത്തിന്റെയും ദുസ്വാതന്ത്ര്യത്തിന്റെയും അനുഭവങ്ങളെ വിലയിരുത്തേണ്ടി വരുന്നത്. ഇന്ന് സുവർണ ജൂബിലി ആഘോഷിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിന് സുവർണ ജൂബിലി എന്ന് പറയാനിട? ഈ രാഷ്ട്രത്തെ സമഗ്രമായി കാണുവാൻ ഒരു പാർട്ടിക്കും കഴിഞ്ഞിട്ടില്ല. പാർട്ടി തലങ്ങളിൽ വളർന്നു വരുന്ന ഒരാളിനും രാഷ്ട്രമീമാംസ എന്താണ് എന്ന് പറയുവാൻ പാർട്ടിയുടെ മാനിഫെസ്റ്റോകളിലൂടെ അല്ലാതെ സംസ്കാരത്തെ വിലയിരുത്തിക്കൊണ്ട് ഉത്തരം പറയുവാൻ ഒരു വരി പോലും എഴുതേണ്ട ആവശ്യമുണ്ടായിട്ടില്ല. ഭാരതത്തിലെ ലോകത്താകമാനമുള്ള മനുഷ്യ സമൂഹത്തെ നോക്കിക്കണ്ട ആദർശത്തെ വിലയിരുത്തുവാനോ ആ ആദർശം മനുഷ്യത്വത്തിനെ സമ്പൂർണതയിലേക്ക് വളർത്തുന്നതെങ്ങനെ എന്ന് ചിത്രീകരിക്കുവാനോ അതിനുവേണ്ടി മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുവാനോ രാഷ്ട്രം, കുറ്റം ചെയ്യാത്ത രാഷ്ട്രം, വളർന്നു വന്ന രാഷ്ട്രം, സംസ്കാരം നിലനിർത്തിയ രാഷ്ട്രം, രാഷ്ട്ര സംവിധാന ക്രമത്തിൽ മത്സരമില്ലാത്ത പാരമ്പര്യത്തിന് ഇടം കൊടുത്ത രാഷ്ട്രം, അക്രമികളെ സ്വീകരിച്ച രാഷ്ട്രം,
ആ അക്രമിക്കു പോലും സാഹോദര്യം പകർന്ന രാഷ്ട്രം, ആ രാഷ്ട്രത്തിന്റെ ചിരപുരാതനമായ സംസ്കാരത്തെ ആധുനികതയുടെ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പശ്ചാത്തലത്തിൽ പിച്ചിച്ചീന്തുന്ന രാഷ്ട്രീയ കഴുകന്മാരെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് നാം ഓർമ്മിക്കണം. അങ്ങനെ നോക്കുമ്പോൾ പരമ്പരാഗതമായ നമ്മുടെ പാരമ്പര്യത്തിനും ഇടയ്ക്കിടയ്ക്കുണ്ടായ രാഷ്ട്രീയ വ്യവസ്ഥിതിക്കും നമുക്ക് അവ രണ്ടും തമ്മിൽ തല്ലിൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ എന്താണ് എന്ന് തീരുമാനിക്കേണ്ടി വരും. ഈ തമ്മിത്തല്ലിലുണ്ടായ അനുഭവം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇതര മതങ്ങളെ അവരെ കൂടി ചിന്തിച്ചുകൊണ്ട് വേണം നാം വിലയിരുത്തുവാൻ. ഇന്ന് ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളിൽ 56 എണ്ണവും റഷ്യ പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ 4 എണ്ണം കൂട്ടിച്ചേർത്ത് 60 എണ്ണം വരെ നമുക്ക് എണ്ണിയെടുക്കുവാനുണ്ട്. ഈ 60 എണ്ണത്തിനും കൂടി 90 ലക്ഷത്തോളം ചതുരശ്ര മൈലുകളാണ് ഇന്ന് അവരുടെ കൈവശമുള്ളത്. 60 രാജ്യങ്ങളുണ്ട്. 60 രാജ്യങ്ങളുള്ള മുസ്ലിം ജനതയുടെ കാലയളവ് 5000 കൊല്ലത്തിനകമേയുള്ളൂ. അതേപോലെ തന്നെ ഈ BC 4004 ഒക്ടോബർ മാസം 29 തീയതി കാലത്ത് 9:30 മണിക്ക് താറാമുട്ടയിടും പോലെ ലോകമുണ്ടായി എന്ന് പറയുന്ന ബൈബിളിലെ സിദ്ധാന്തത്തിനും നമ്മൾ ഒരുപക്ഷെ അത് അംഗീകരിക്കാൻ ഇടവില്ലാത്തവണ്ണമുള്ള ശാസ്ത്രീയതയിലേക്ക് കാലൂന്നി നിന്നുകൊണ്ട് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഉത്തരം കാണേണ്ടി വരും. അത്തരക്കാർക്ക് അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ ചുരുങ്ങിയത് 6000 കൊല്ലത്തിന്റെ കാലയളവ് ഈ ലോക സൃഷ്ടിക്ക് കൽപ്പിച്ചു വച്ചിരിക്കുന്ന തികഞ്ഞ അജ്ഞതയുടെ അവിവേകത്തിന്റെ ഒരു പാരമ്പര്യം കൊത്തിവച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമെന്നുള്ള നിലയിൽ ആ ബൈബിളിന്റെ സിദ്ധാന്തങ്ങൾ ക്രൊണോളജിയെ എടുത്തു നോക്കുമ്പോൾ, കാലപരിഗണനയെ എടുത്തു നോക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പുറന്തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ നടന്നിട്ടുള്ള ശാസ്ത്ര പരിഷത്ത് ഈ സിദ്ധാന്തത്തെ വലിച്ചു കളയുകയാണ് ചെയ്തത്. പകരം ഭാരതീയ തത്വസംഹിതയിൽ നിന്നുകൊണ്ട് നമ്മുടെ കൽപ്പം മഹാകൽപ്പം എന്ന് പറയുന്ന സങ്കല്പങ്ങളിലേക്ക് എത്ര ആണ്ടുകളാണ് കടന്നുപോയിരിക്കുന്നത്, ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ ഏറ്റുപറയുകയുണ്ടായി. അങ്ങനെയുള്ള ആ ക്രൊണോളജിയെ ആസ്പദമാക്കിയാണ് ഇന്നും ശാസ്ത്രരേഖകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭൌതിക ശാസ്ത്രത്തിന്റെ ചിന്താഗതി അസ്തമിക്കുന്നിടത്ത് വെളിച്ചം പകരുവാൻ ഭാരതത്തിലെ ഹൈന്ദവ സിദ്ധാന്തത്തിലേക്ക്, വേദപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, നമ്മുടെ പൌരാണികമായ ഗ്രന്ഥങ്ങളുടെ ആധുനിക തലങ്ങളിലേക്ക് അവരിറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ശാസ്ത്രത്തിന്റെ കരുത്ത് വർദ്ധിക്കുന്തോറും ഭാരതീയ തത്വചിന്തയുടെയും ഭാരതീയമായ ജീവിതത്തിന്റെയും വസുധൈവ കുടുംബകം എന്ന് പ്രഖ്യാപിച്ച ആ അതിമഹത്തായ സങ്കല്പത്തിന്റെയും പ്രാബല്യം കൂടി വരികയാണ്. ഏറ്റവും വലിയ ഒരു ചരിത്രകാരൻ പോലും ചരിത്ര പശ്ചാത്തലമെടുത്ത് പരിശോധിക്കുമ്പോൾ പറഞ്ഞത്, ഇത്രയും കാലം 3.5 കോടി ചതുരശ്ര മൈൽ സ്ഥലം പിടിച്ചെടുക്കുവാനും സാമ്രാജ്യം വളർത്തുവാനും 6000 കൊല്ലം അവകാശപ്പെടുന്ന ലോകസൃഷ്ടിക്കകത്ത് നിന്നുകൊണ്ട് ഒരു വിഭാഗത്തിന് കഴിഞ്ഞു. മറുഭാഗത്ത് 56ഉം 4ഉം 60 രാജ്യങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനും കഴിഞ്ഞു. ഹിന്ദു സ്ഥാപിച്ചതെന്ത്? ഹിന്ദു നേടിയതെന്ത്? ഹിന്ദു എത്ര സാമ്രാജ്യങ്ങൾ സ്ഥാപിച്ചു? ഹിന്ദു ആരെയെല്ലാം ആക്രമിച്ചു? ഭാരത സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിൽ സാഹോദര്യം പറഞ്ഞ നാട്, വസുദൈവ കുടുംബകം പറഞ്ഞ നാട്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിച്ചുകൊണ്ട് വർഗീയമായി തിരിക്കാതെ, പാർട്ടിപരമായി തിരിക്കാതെ മനുഷ്യനെ ഒരു ദാർശനിക നിയമത്തോടുകൂടി, ദാർശനിക വീക്ഷണത്തോടുകൂടി കണ്ടെടുത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആ വീക്ഷണത്തിന്റെ നാട് രാഷ്ട്രീയ പാപ്പരത്വത്തിൽപ്പെട്ട് ഇന്ന് സാംസ്കാരിക ശരീരത്തെ വെട്ടിനുറുക്കി പിച്ചച്ചട്ടിയിലാക്കിയും ത്രാസുകളിലാക്കിയും കഴുകന്മാർക്ക് തൂക്കി വിൽക്കുന്ന രാഷ്ട്രമീമാംസയായി അധപ്പതിച്ചു. അതിന് ആ മീമാംസയെന്ന് പറയുവാൻ പാടില്ല. ഇവിടെ പാർട്ടിയല്ല ഭരിക്കേണ്ടത്. ഈ രാഷ്ട്രത്തിന്റെ അന്തസ്സത്തയുള്ള, രാഷ്ട്രത്തെ ഒന്നായി കാണാൻ കഴിയുന്ന, ലോക മനുഷ്യത്വത്തെ ഒന്നായി കാണാൻ കഴിയുന്ന ഒരു സംസ്കാരത്തിന്റെ ഉത്തരവാദിത്വമുള്ളവരാണ് ഭാരതത്തിനെ നയിക്കേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ കഴുകന്മാരല്ല. മടയന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു പാരമ്പര്യത്തിന് വോട്ടിലൂടെ പിൻബലം നൽകുന്നവരാണ് നമ്മൾ. ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്ന പൂജാപുഷ്പത്തെക്കാൾ, കാണിക്കയേക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ വോട്ട്. ധർമ്മം നിലനിൽക്കണമോ അധർമ്മം പ്രചരിക്കണമോ എന്ന് തീരുമാനിക്കുന്നതിന് ഇവിടുത്തെ ഭരണാധികാരിയെ ചുമതലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ കാണിക്കയാണ് വോട്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ അർപ്പിക്കുന്നതെന്ന് എവിടെ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊരു വൈകാരിക സംബന്ധത്തിൽ നിന്ന് വളർന്നു വന്നതല്ല. മഹാതപസിന്റെ സന്തതിയായിട്ടുണ്ടായ ഭാരത സംസ്കാരം പഞ്ചനക്ഷത്ര ഹോട്ടലിലെ സന്തതിയല്ല. അതേപോലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളെയും വത്സര പദ്ധതികളുടെയും രൂപകൾ എണ്ണി ഉണ്ടാക്കിയ പ്രോജക്ടിന്റെയോ ബഡ്ജറ്റിന്റെയോ സന്തതിയല്ല.
താൽക്കാലിക വികാരം പാർട്ടിയെ സൃഷ്ടിച്ച് വളർത്തിയെടുത്ത കഴുത്തിവെട്ടിന്റെ പാരമ്പര്യമല്ല. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നോക്കി